പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരികിൽ ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ട് പരാതിയും പരിഭവവും ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്, അല്ലേ? അത് ചില ആളുകളുടെ ഒരു പ്രകൃതിയാണ്. ഒരിക്കൽ ഒരു സുഫിയായ മനുഷ്യൻ്റെ അരികിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങി അവരുടെ പരിഭവങ്ങൾ. ഇതിങ്ങനെ എന്നും വന്നിങ്ങനെ പറയും, പക്ഷേ അദ്ദേഹം ഒന്നും പ്രതികരിക്കാറില്ല. പിന്നീട് ഒരിക്കൽ അവരെ കണ്ടപ്പോൾ ഈ സൂഫിയായ മനുഷ്യൻ അവരോട് അവരുടെ മുമ്പിൽ വെച്ച് ഒരു തമാശ പറഞ്ഞു. ആ തമാശ പറഞ്ഞ സമയത്ത് ആ ആളുകളെല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. സൂഫി വീണ്ടും ആ പറഞ്ഞ തമാശ തന്നെ വീണ്ടും ആവർത്തിച്ചു. രണ്ടാമത്തെ പ്രാവശ്യവും അവർ ചിരിച്ചു, വീണ്ടും ആവർത്തിച്ചു, പക്ഷേ അവർ ചിരിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം സൂഫി അത് ആവർത്തിച്ചപ്പോൾ നാലാമത്തെ പ്രാവശ്യം പറഞ്ഞു, അപ്പോൾ ചിരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ വല്ലാത്ത ഒരു വല്ലായ്മയോടെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആ സൂഫി ചോദിച്ചു, നിങ്ങളോട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒരു തമാശ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചു, അല്ലേ? എന്നാൽ അത് ആവർത്തിച്ചപ്പോഴോ നിങ്ങൾക്ക് ചിരി വന്നില്ല. അതുപോലെ നമ്മളൊരാളോട് നമ്മുടെ പരിഭവങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ പരാതി പറയുമ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം അയാൾക്ക് അത് ബോധ്യപ്പെടും. എന്നാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അത് വിരസതയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടതിനും കാണാത്തതിനുമൊക്കെ ഇങ്ങനെ പരിഭവങ്ങളും പരാതിയും പറയുന്നവർ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം.